നമ്മുടെ വീട്ടില് ഓവനൊന്നുമില്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള പാത്രം വെച്ചൊരു ബ്രെഡ് ഉണ്ടാക്കിയാലോ? കടയിൽ നിന്ന് വാങ്ങണേക്കാളും സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നമ്മുടെ വീട്ടിലുണ്ടാക്കാം, അതും സിമ്പിൾ ആയിട്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രെഡ് ഉണ്ടാക്കാൻ ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന്. ആദ്യം ഒരു പാത്രം എടുത്ത് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇടാം. പിന്നെ അതിലേക്ക് 40 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തിടുക. പിന്നെ 2 കപ്പ് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മിനിമം 15 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം കുഴച്ചെടുക്കണോ അത്രത്തോളം നമ്മ ഉണ്ടാക്കുന്ന ബ്രെഡ് സോഫ്റ്റ് ആയി കിട്ടും. നമ്മ കുഴച്ചു വെച്ച മാവ് എടുത്ത് ഒരു ബൗളിലേക്ക് വെച്ച് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് മാറ്റി വെച്ച മാവ് 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഇവിടെ 2 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നമ്മ കുഴച്ച് മാറ്റി വെച്ച മാവ് 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അഥവാ പൊന്തി വന്നിട്ടില്ലെങ്കിൽ നമ്മ കുഴച്ചതിന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മ ഉണ്ടാക്കണ ബ്രെഡും അതുപോലെ സോഫ്റ്റ്നെസ്സും കുറഞ്ഞു പോകും. ആ പൊന്തി വന്ന മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് നമ്മ ഉണ്ടാക്കാൻ പോണ ബ്രെഡിന്റെ മോൾഡിന്റെ ഷേപ്പിലേക്ക് വെച്ചു കൊടുക്കുക. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോഴേക്കും പാത്രത്തിന്റെ ഹൈറ്റിലേക്ക് ആ മാവ് പൊന്തി വരും. അത് കഴിഞ്ഞ് മോൾഡ് വെക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അലുമിനിയം പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് 10 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് ബ്രെഡിന്റെ മോൾഡ് എടുത്ത് പാത്രത്തിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞ് പാത്രം മൂടി വെച്ച് ബ്രെഡ് 30 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ മോൾഡിൽ നിന്ന് ബ്രെഡ് എടുക്കുക. കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായില്ലേ ബ്രെഡ് ഉണ്ടാക്കാൻ എത്ര സിമ്പിൾ ആണ്.